കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പാർട്ടി തന്നെ അതിൽ 68ാം പ്രതിയായി വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ഇപ്പോൾ മറുഭാഗത്തുനിന്ന് പറയുന്നത് EDയുടേത് കോടതിയിൽ പൊളിഞ്ഞ വാദങ്ങൾ എന്നുള്ള രീതിയിലാണ്. ദേശാഭിമാനിയിൽ EDയുടേത് കോടതിയിൽ പൊളിഞ്ഞ വാദങ്ങളാണ്, കോടതിയിൽ പൊളിഞ്ഞിട്ടുള്ള വാദങ്ങളാണ്. അപ്പൊ അത് എത്രമാത്രം ഇനി മുമ്പോട്ട് പോകും, ഇത്തരത്തിലുള്ള CPM നേതാക്കളെയൊന്നും അത്ര വേഗമൊന്നും ഞങ്ങൾക്ക് ഇവർക്ക് പൂട്ടാനാകില്ല, ഞങ്ങൾ നിഷ്കളങ്കരാണ്, നിഷ്കൂസാണ് എന്നുള്ള തരത്തിലാണ് വാർത്ത ദേശാഭിമാനി കൊടുക്കുന്നത്. അപ്പൊ ഇത് ഏത് തരത്തിലായിരിക്കും ഈ കേസ്? ഇതിപ്പോൾ ഏത് പ്രതി കുറ്റവാളി പിടിക്കപ്പെട്ടാലും സാധാരണഗതിയിൽ സത്യസന്ധനല്ലാത്ത കള്ളന്മാർ സത്യസന്ധനാവുക സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണല്ലോ കള്ളൻ പറയുന്നത്. ഏത് കള്ളൻ പിടിക്കപ്പെട്ടാലും അവരതിന് തൊടുന്യായങ്ങൾ പറയും. അതിങ്ങനെയല്ല, ഞാനല്ല മോഷ്ടിച്ചത് എന്ന് പറയാറുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ പറയാം. ഇവിടെ ഇപ്പോൾ ഇവർക്കും ഇത് തന്നെ, കള്ളൻ കൈയോടെ പിടിക്കപ്പെട്ടിരുന്നു. ഇവർ വിചാരിച്ചത് പിടിക്കപ്പെടുകയില്ല. കാരണം പാർട്ടിയുടെ ആ ശക്തിയൊക്കെ കണ്ട് EDയെ പോലുള്ള കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികൾ പോലും അവരെ ഭയക്കും എന്നാണ് വിചാരിച്ചത്. അവരെ ഭയപ്പെടുത്താനുള്ള ചില തന്ത്രങ്ങൾ ഇവർ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് വലിയ ഒരുപാട് കേസ് 46ഓളം ഫ്രോഡ് കേസുകളിൽ പെട്ടിട്ടുള്ള ഒരാൾ പരാതി കൊടുപ്പിച്ചിട്ട് അതിൽ 2 ED ഉദ്യോഗസ്ഥന്മാർ പ്രതികളാണ്. അവർ കൈക്കൂലി അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയായിട്ട് ആരോപണങ്ങൾ കൊടുത്തത്. ഒരു നറേറ്റീവ് സൃഷ്ടി. എന്നിട്ട് എന്തേ ആ ED ജീവനക്കാരെ അഴിമതിക്കാരാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാഞ്ഞത്? അന്ന് കൈക്കൂലി ചോദിച്ചു. ഈ കേസിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി തരാം, ഇത്രയും രൂപ തന്നാൽ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു. 2 ED ഉദ്യോഗസ്ഥന്മാരെന്ന് ആദ്യം പറഞ്ഞത്. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണ്? ഇത് 2 ഏജൻറ്റുമാരാണ്. അപ്പോൾ ഈ ഏജൻറ്റുമാർക്ക് EDയുമായിട്ട് ബന്ധമുണ്ടെന്നതിന് തെളിവെന്താ? തെളിവെന്ന് പറഞ്ഞാൽ ഈ 2 ഏജൻറ്റുമാരുടെ നമ്പർ EDയുടെ കയ്യിലുണ്ട്. EDയുടെ ഇപ്പം ഞാനൊരു കേസിൽ പ്രതിയാണ്, എൻ്റെ നമ്പർ രഞ്ജിനിയുടെ കയ്യിലുണ്ട്. രഞ്ജിനി ആ കേസിൽ പ്രതിയാവും. എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക, എന്ത് തെളിവാണ് നിങ്ങൾ ഹാജരാക്കുന്നത്? EDയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി. ED എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് കള്ളത്തരം കാണിക്കുന്ന സംഘടനയാണ് ED എന്നൊക്കെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വാമഭാഗങ്ങളാണ് ED എന്നുള്ളതാണ്, സേനകളാണ്, നിരപരാധികളാണ് ഞങ്ങൾ, ED ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് നടക്കുന്ന ആൾക്കാരാണ് എന്നൊരു പ്രതീതി ഇല്ലെന്ന് പറയുന്നില്ലേ. ED അല്ല CBIക്കാരും ഇതുപോലെ കൈക്കൂലിയൊക്കെ വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്കറിയാമല്ലോ, അത് വേലി തന്നെ വിളവ് തിന്നുന്ന നമ്മുടെ പട്ടാളക്കാരിൽ തന്നെ രഹസ്യം ചോർത്തുന്ന ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ച എല്ലാ പട്ടാളക്കാരും അങ്ങ് അഴിമതിക്കാരാണെങ്കിൽ നമുക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റുമായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ ഇത്ര മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നോ? ഒരിക്കലുമില്ല. പട്ടാളത്തിൻ്റെ കൂറുകൊണ്ടാണ്. അതിൽ ചില അപഭ്രംശം, കാഞ്ഞിരം കഴിക്കാറുണ്ടല്ലോ ഗംഗയുടെ കരയിൽ ചന്ദനം പൂക്കുന്നിടത്ത്, അതങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതല്ല സാമാന്യമായിട്ടുള്ള തത്വം. പക്ഷേ ഇന്നുവരെ ഈ ED ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ചും വിജിലൻസും എല്ലാം ഉള്ള കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് രാഷ്ട്രീയ നേതാക്കളെ PC ജോർജിനെ പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒക്കെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റാണിത്. നിങ്ങൾക്ക് എന്താ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ED അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇത് കള്ളക്കഥ കെട്ടിച്ചമച്ച. അപ്പോൾ കള്ളം പറയുന്നു CPM ആണ്, ED അല്ല. ED അതിൽ 1ാം പ്രതിയായിട്ടൊന്നും അല്ല CPMനെ ചേർത്തിരിക്കുന്നത്. പിന്നെ രഞ്ജിനി പറഞ്ഞ പോലെ 68ാം പ്രതിയായിട്ടാണ് CPMനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേരിൽ കരുവന്നൂരിലെ അക്കൗണ്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ടുണ്ട്. എന്തുമാകാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതായത് വീണ വിജയൻ AKG സെൻറ്ററിൻ്റെ പേരിൽ CMRLന് തൻ്റെ അഡ്രസ്സ് കൊടുത്തതുപോലെ തന്നെ, പുതിയ കമ്പനിയുടെ അഡ്രസ്സ് അങ്ങനെ കൊടുത്തതുപോലെ തന്നെ ചെയ്ത ഒരു കാര്യം. എന്തുമാകാം, ആരും പിടിക്കാനില്ല, ആരെയും ഭയക്കാനില്ല എന്നുള്ളൊരു അഹങ്കാരം, ധാർഷ്ട്യം, ജനവിരുദ്ധത അതിൻ്റെ പേരിൽ കൊടുത്തതാണ്. അത് തെളിവാണ്, അക്കൗണ്ടിലുണ്ട്. അത് തെളിവ് തന്നെയാണ് ഇവരഴിമതി നടത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ആ തെളിവ് ഇനി കോടതിയിൽ കുറ്റപത്രത്തിലുണ്ടത് എന്നങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? എവിടെ തള്ളി കോടതി? അത് ഒരിക്കലും തള്ളിയിട്ടില്ല. കോടതി തള്ളിയിട്ടുള്ള തെളിവ് അല്ല ഇത്. കോടതി തള്ളിയിട്ടാണോ? ആകെ 168 കോടി രൂപയുടെയാണ് അവിടുന്ന് കടമായിട്ട് പോയിട്ടുള്ളത്. ED ഭീഷണിപ്പെടുത്തി. ആരെയാണ് ഭീഷണിപ്പെടുത്തിയത്? വാങ്ങിച്ചവരെ, പണം കൈപ്പറ്റിയവരെ, ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് 128 രൂപ, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടുമെന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച് ഞങ്ങൾ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞ് വാലേ CPMൻ്റെ ആൾക്കാരാ മുഴുവൻ.
അടിമുടി ഭരണം CPM-ൻ്റേത് മാത്രമാണ് പാനൽ അവിടെയുള്ളത്. അവർ ഓരോരുത്തരായിട്ട് ഈ പണം കൊണ്ടുവന്ന് ED-യുടെ മുമ്പിൽ കൊണ്ടുവന്ന് തൃപ്പടിദാനം ചെയ്തു. ആ പണം ED-യുടെ കയ്യിലുണ്ട്. ആ പാവപ്പെട്ട ആൾക്കാർ മരിച്ചുപോയി, അവരുടെ വീട്ടുകാർക്ക്, പിന്നെ ഒരുപാട് പേര് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്ക് പണമില്ലാതെ, മകളുടെ കല്യാണത്തിന് പണമില്ലാതെ അവിടെ കിടന്ന് ഉഴലുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടി ED എടുത്ത് വെച്ചിരിക്കുക അവിടെ. അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് CPM-നോട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി എത്ര കോടി വേണമെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുക്കുമായിരുന്നല്ലോ. ED എന്ത് ചെയ്യുക, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പോയില്ല. അതിൻ്റെ അർത്ഥം അവർ സത്യസന്ധരാണ്. ആ സത്യസന്ധരായ ആൾക്കാരെ കള്ളന്മാരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പെറ്റി കേസ് കൊണ്ടുവന്നിരുന്നതാണത്. അത് പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. അപ്പോൾ ED ഇവിടെ സത്യം പറയുന്നു, CPM കള്ളം പറയുന്നു. തങ്ങളുടെ മഹാശക്തി കൊണ്ട്, ജനപിന്തുണ കൊണ്ട് തീർച്ചയായിട്ടും ഈ ED മുട്ടുമടക്കും, പേടിച്ചോടി പോകും എന്നൊക്കെയാണ് CPM വിചാരിച്ചത്. CPM നിങ്ങൾക്ക് തെറ്റിപ്പോയി. പണ്ടത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ഇരുന്ന കാലത്ത് അങ്ങനെ നിങ്ങളെ പേടിച്ചിട്ട് അയ്യാവേലിക്ക് പോകാതെ അവർ തിരിച്ചു പോകുമായിരുന്നു. ഇന്ന് നെഞ്ചൂക്കുള്ള ഒരു പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള ഒരു സംഘടനയാണ്, അന്വേഷണ ഏജൻസിയാണ് ED, CBI. മര്യാദയ്ക്ക് അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ അവർ വിവരമറിയും. അതുകൊണ്ട് അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. നിങ്ങൾ സ്ഥാപിക്കൂ. നിങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. ഇത് നിയമപരമല്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ അങ്ങ് നേരിട്ടങ്ങ് ED-യെ തോൽപ്പിച്ചാൽ മതിയല്ലോ. കോടതി തള്ളിയതാണെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. കോടതിയിൽ നിങ്ങൾ പോയി ജയിക്ക്. നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് വരുത്താൻ വക്കീൽമാരില്ലേ, കൊണ്ടുവന്നിട്ടില്ലേ? അപ്പോൾ അങ്ങനെ വക്കീലന്മാരെ വെച്ച് നിങ്ങൾക്കങ്ങ് ജയിച്ചാൽ പോരും. ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുമെന്ന് പറയുന്നത് എന്താ? ഈ രാഷ്ട്രീയമായി നേരിടൽ നിങ്ങൾ ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ED-യെ ഭീഷണിപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചും ഈ രാജ്യത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനാണോ? അതാണോ നിങ്ങളുടെ രാഷ്ട്രീയമായ നേരിടൽ? ഇവിടെ രാഷ്ട്രീയം വേണ്ടല്ലോ, നിയമപരമാണ് പ്രശ്നം. നിയമപരമായിട്ട് നേരിടേണ്ടത്, രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നേരിടേണ്ടത് തെരഞ്ഞെടുപ്പിലാണ്. ആ നേരിട്ടോളൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തുണയുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജയിച്ച് കാണിക്കുക. വെല്ലുവിളിക്കുന്നു CPM-നെ. നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം. കൊടുവന്നൂരിലൊക്കെ നിങ്ങൾ ചെയ്ത മഹാപാതകങ്ങളുടെ പരിശോധനയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയമായി നിങ്ങൾ നേരിടേണ്ടത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലാണ്. നേരിട്ട് കാണിക്കൂ. നിങ്ങളുടെ ശക്തി അവിടെ കാണിക്കൂ. നിങ്ങളുടെ മെഷീനറിയുടെ ശക്തി കാണിക്കൂ. പറഞ്ഞ പോലെ സുധാകരൻ പറഞ്ഞ പോലെ പോസ്റ്റൽ ബാലറ്റുകളൊക്കെ എണ്ണുകയോ തിരിക്കുകയോ മറിക്കുകയോ ചെയ്താലും നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? വിധി പറയട്ടെ. നമുക്ക് അടുത്ത മാസം അറിയാമല്ലോ, അതിൻ്റെ വിധി അറിയാമല്ലോ. നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടൊന്നും നേരിട്ട് പേടിപ്പിക്കേണ്ട. അതിനേക്കാൾ വലുതായിട്ട് നേരിട്ടതാണ് അരവിന്ദ് കെജ്രിവാൾ. ആ പാർട്ടിയും പ്രതിയായിരുന്നു ആ കേസിൽ. ആം ആദ്മി പാർട്ടി ആ കേസിൽ പ്രതിയായിരുന്നു. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടത്. പാർട്ടിയുടെ ഭാരവാഹിയും കൂടിയായിരുന്നു അദ്ദേഹം. കേസിൽ ഇപ്പോൾ ഇതിൽ ആരാണോ ഭാരവാഹി പാർട്ടിയുടെ, അവർ സമാധാനം പറയേണ്ടി വരും. ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും വരും. സമയമെടുക്കും. ഇപ്പോൾ ഉടനെ നാളെ എന്ന് പറഞ്ഞ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ വിചാരണ എന്ന് പറയുന്നത് 168-ാം പ്രതിയാണ് CPM. അതിൻ്റെ അർത്ഥം അത്രയും പേര്, 200-ഓളം പേരുണ്ട് മൊത്തം പ്രതികൾ. അവരെ മുഴുവൻ വിചാരണ ചെയ്യണം. വളരെ സമയമെടുക്കും. പക്ഷേ അവസാനം സത്യമേവ ജയതേ, ന്യായം ജയിക്കുക തന്നെ ചെയ്യും, നീതി ജയിക്കുക തന്നെ ചെയ്യും.